നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീട്രൂട്ട് ആണ് കേട്ടോ നടാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചട്ടിയിലേക്കുള്ള പോട്ടി മിക്സ് റെഡിയാക്കാം. ആദ്യം ഓട് വെക്കുക. അതിൻ്റെ മുകളിൽ ഞാനിവിടെ അടുക്കളയത്തെ വേസ്റ്റാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മണ്ണ് എന്ന് പറഞ്ഞാൽ അതിൽ ചാണകപ്പൊടി, എല്ലുംപൊടി, വേപ്പും പിണ്ണാക്ക് എന്നുള്ള പോട്ടി മിക്സ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ചട്ടിയിൽ ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ നിറച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നല്ല രീതിക്ക് നനച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ആ ബീട്രൂട്ട് നടാം കേട്ടോ. നമ്മൾ ബീട്രൂട്ട് ഇങ്ങനെയല്ല നടാൻ പോകുന്നത്. ബീട്രൂട്ടിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നടാൻ പോകുന്നത്. സാധാരണ നമുക്ക് ബീട്രൂട്ടിൻ്റെ വിത്ത് വാങ്ങാൻ കിട്ടും. ക്യാബേജിൻ്റെ വിത്ത് പോലെ ഇരിക്കും. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യണത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് എടുത്തിട്ട് നടാം. മറ്റേ ഭാഗം നമുക്ക് കിച്ചണിലേക്ക് എന്തെങ്കിലും ഫുഡിലൊക്കെ ആവശ്യമുള്ള എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് കഴിക്കാനും എടുക്കാം കേട്ടോ. അപ്പം നമ്മളിനി ഇത് നടാൻ പോവാണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനെ റാഡിഷ് പോലത്തെ സാധനങ്ങളൊക്കെ നടുമ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെ എടുക്കുക കേട്ടോ. കാരണം മണ്ണിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ടാണ് ഇത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ല ഇളക്കമുള്ള മണ്ണിലാണ് ഇത് കായ നല്ല വലുപ്പത്തിൽ പിടിക്കുള്ളൂ. ഇനി നമുക്കിത് ചട്ടിയിൽ വെച്ച് കൊടുക്കാം. ഈ രൂപത്തിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീട്രൂട്ട് നടാൻ പോകുന്നത്. ഞാൻ ഇതുവരെ നട്ടിട്ടില്ല. പക്ഷെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ തരണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയാതെ നിങ്ങൾ നടുന്നതിൽ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഇനി ഇത് നമുക്ക് നനച്ച് കൊടുക്കാം കേട്ടോ. നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അപ്ഡേഷനുമായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടുകൊണ്ട് ഇതിൻ്റെ അപ്ഡേഷന് അടുത്ത വീഡിയോയുമായി